നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ 1008 നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തൃശൂർ കൊടകരയിൽ ടെമ്പോയിൽ കൊണ്ടുവന്ന സ്പിരിറ്റ് പിടികൂടി. കൊടുങ്ങല്ലൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 8 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ശ്രീരാമ ഭക്ത സേവാ സമിതിയും CP മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് ആനയൂട്ട് ദിനത്തിൽ പ്രസാദ കഞ്ഞി വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ 1008 നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. രാവിലെ ആരംഭിച്ച മഹാഗണപതി ഹോമത്തിന് തന്ത്രി തരണനെല്ലൂർ പടിച്ചാരമന അനിൽ പ്രകാശ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ നിത്യശിവേലി ആന കൊടുങ്ങല്ലൂർ ദേവിദാസിനെ ഗജപൂജ ചെയ്തു. തുടർന്ന് ആനയൂട്ടും നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർമാരായ M മനോജ് കുമാർ, KK കല, ഷീജ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ദേവസ്വം മാനേജർ മനോജ് K നായർ, സനാതന ധർമ്മ പാഠശാല പ്രസിഡന്റ് P മണികണ്ഠൻ, ഉപദേശക സമിതി ട്രഷറർ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. എറണാകുളം ശിവകുമാർ, ഗുരുവായൂർ ഇന്ദ്രസേനൻ, ചിറക്കൽ കാളിദാസൻ അടക്കം 11 ആനകൾ അണിനിരുന്നു. ആദ്യം നേദിച്ച ചോറുരുളയും തുടർന്ന് കരിമ്പ്, പഴം, കൈതച്ചക്ക, തണ്ണിമത്തൻ, കുക്കുംബർ, വെള്ളരിക്ക തുടങ്ങിയവയും കൊണ്ട് ആനകളെ ഊട്ടി. ധാരാളം ഭക്തജനങ്ങൾ ആനയൂട്ടിൽ പങ്കാളികളായി. തൃശൂർ കൊടകരയിൽ ടെമ്പോയിൽ കൊണ്ടുവന്ന സ്പിരിറ്റ് പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. ഒസൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പച്ചക്കറി കടത്തുന്നതിന് മറവിൽ ആയിരുന്നു സ്പിരിറ്റ് കടത്തിയത്. 35 ലിറ്റർ സ്പിരിറ്റ് അടങ്ങിയ 79 കന്നാസുകൾ എക്സൈസ് പിടിച്ചെടുത്തു. ആലപ്പുഴ കൈനകരി സ്വദേശി സൂരജാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 8 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സജിൽ തയ്യിൽ ഹൗസ് അഴീക്കോട് ദേശം കൊടുങ്ങല്ലൂർ എന്നയാൾക്ക് 8 കൊല്ലം തടവിനും 1,50,000 രൂപ പിഴയായും ശിക്ഷ വിധിച്ചു. ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോസ്കോ കോർട്ട് ജഡ്ജായ പ്രഭുവാണ് ശിക്ഷ വിധിച്ചത്. കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സൂരജ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്നത്തെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന ബിജുകുമാർ തുടർ അന്വേഷണം നടത്തി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് അസിസ്റ്റന്റ് ചെയ്ത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 14ഓളം സാക്ഷികളെ വിസ്തരിക്കുകയും 25 രേഖകൾ ഹാജരാക്കി പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു പ്രോസിക്യൂഷനു വേണ്ടി കോടതിയിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. ശ്രീരാമ ഭക്ത സേവാ സമിതിയും CP മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് ആനയൂട്ട് ദിനത്തിൽ പ്രസാദ കഞ്ഞി വിതരണം നടത്തി. കഞ്ഞി, മുതിരപ്പുഴുക്ക്, അച്ചാർ, പപ്പടം എന്നിവയാണ് വിതരണം നടത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായിരുന്ന CP ട്രസ്റ്റ് ചെയർമാൻ CP സാലു പടിപ്പുരയ്ക്കൽ ഉണ്ണിമേനോന് ആദ്യ കഞ്ഞി വിതരണം ചെയ്തു. തൃപ്രയാർ ക്ഷേത്രം മാനേജർ മനോജ് K നായർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിന് ശ്രീരാമഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, രക്ഷാധികാരി വിജയകുമാർ മേനോൻ, സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി സുധീർ ആലക്കൽ, വൈസ് പ്രസിഡന്റ് ജഗദീഷ് കോയമ്പത്തൂർ എന്നിവർ കൂടി ഷാൾ അണിയിച്ച് ആദരിച്ചു. ശ്രീരാമഭക്ത സേവാ സമിതി അംഗങ്ങളായ കോച്ച് PK വിനോദ്, അജിത മനോഹരൻ, ബിനു, രാജേന്ദ്രൻ തൈവളപ്പിൽ, ഗോപാൽജി മുറ്റിച്ചൂർ, അംബുജം, രാമൻ പുന്നപ്പിള്ളി, ബിനോയ് തൈപ്പറമ്പത്ത്, വസന്തൻ കുണ്ടായി, രാമദാസ് കിഴക്കേടത്ത്, സേവ്യൻ പള്ളത്ത്, ഷമീർ ഇളയടത്ത്, ഹിലാൽ കുരുക്കൾ, കണ്ണൻ നാട്ടിക, TM നിസാം, ശശി തൃപ്രയാർ എന്നിവർ നേതൃത്വം നൽകി.
അതിന് പുറമെ ഇപ്പോൾ ഇങ്ങനെ കഞ്ഞി കൊടുക്കാനുള്ള ഒരു സാഹചര്യം, അതും എൻ്റെ സ്വന്തം പാടത്ത് വിളവെടുത്ത ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ അരിയാണ്. അത് കഞ്ഞിയായിട്ട് 10,000-ങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു അനുഗ്രഹം അത് ഈ ദേവസ്വം ബോർഡിനോടും ഇതിൻ്റെ എല്ലാ സംഘാടകരോടും വളരെയധികം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞങ്ങൾ CP ട്രസ്റ്റ് എല്ലാ റംസാൻ കാലത്തും ഇതേമാതിരി തന്നെ 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും ആ ഒരു മാസക്കാലം ചീരോ കഞ്ഞി കൊടുക്കാറുണ്ട്. അതും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. ഇതും ഇനിയും വർഷങ്ങളായിട്ട് ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും നമ്മുടെ ഈ കഞ്ഞി വിതരണം നടത്താൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാവിധ സഹകരണവും ഉണ്ടാവട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, വിളവ് അത്രയും നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചാഴൂർ പഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റായിരുന്ന CP രാഘവൻ സ്മാരക സാംസ്കാരിക വേദി സ്മാരക മന്ദിരത്തിന്റെയും കോഴിപ്പറമ്പിൽ രാമു സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം അസീസിയ ഗ്രൂപ്പ് ചെയർമാൻ PM അബ്ദുൾ അസീസ് നിർവഹിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് CK രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സജിത് പണ്ടാരിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി PA ദേവിദാസ്, ട്രഷറർ ജോയിന്റ് സെക്രട്ടറി NN ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CA ദാസൻ, NK സുധീരൻ, CK ചക്കോരു, ലതീഷ് മേനോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. അങ്ങനെയുള്ള സ്ഥലത്തായതുകൊണ്ട് കൂടുതലോട്ട് കാണാറില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് ഇവിടുത്തെ. അപ്പം എല്ലാ കൊല്ലവും ഇവിടെ ഞാൻ വരെയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ ഈ കലാ കേന്ദ്രം ഇത് വലിയൊരു സംഭവമായി മാറട്ടെ എന്ന് ഞാൻ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ആശംസിക്കുന്നു. ഇപ്പോൾ ഇത്രയും ആൾക്കാരോടെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാണാനും ഇപ്പോൾ കാണാനുള്ള അവസരങ്ങൾ പറയണം, കാരണം എല്ലാവരും ഫോണിലാണ്. അപ്പോൾ നാടിന്റെ ശുചിത്വ സൈന്യമാണ് ഹരിതകർമ്മസേനയെന്ന് മന്ത്രി MP രാജേഷ്. വേലൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിട ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ ശുചിത്വ സൈന്യമാണ് ഹരിതകർമ്മസേനയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2024-25 ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് 1,52,000 ടണ്ണാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം റോഡിലും പറമ്പിലും നിറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി കേരളം മാറുമായിരുന്നു. ഹരിതകർമ്മ സേനയെ പറ്റി പഠിക്കാൻ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. AC മൊയ്തീൻ MLA-യുടെ 2020-21 ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച 95 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലായി വകയിരുത്തിയ ഫണ്ടും ഉൾപ്പെടെ 4 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്നതും പൊതുജന സൗഹൃദാത്മകമായ കെട്ടിടത്തിന്റെ 200ഓളം ആളുകൾക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ സൗകര്യവും മീഡിയ റൂം, കമ്മ്യൂണിറ്റി ഹാൾ, പാർക്കിംഗ് തുടങ്ങിയ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. സേവർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി. ലൈഫ് പദ്ധതി വഴി പൂർത്തീകരിച്ച 255 വീടുകളുടെ താക്കോൽ ദാനം സേവർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. തൃശൂർ ജില്ലാ LSTD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞണം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. രാവിലെ വ്യാപാര ഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജ് പതാക ഉയർത്തി. തുടർന്ന് എടമുട്ടം ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഡയാലിസിസ് സെന്ററിന് ധനസഹായം ട്രസ്റ്റ് ചെയർമാൻ KM നൂറുദ്ദീനും യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ കൈമാറി. ട്രസ്റ്റിന്റെ കീഴിലുള്ള ആശിസിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണവും നടത്തി. കൈപ്പമംഗലം നിയോജക മണ്ഡലം ചെയർമാൻ P പവിത്രൻ, വൈസ് പ്രസിഡന്റ് CS നിഷാദ്, ട്രഷറർ KO ആന്റണി, VK സദാനന്ദൻ, KS അബ്ദുൽ ജബ്ബാർ, ഫാത്തിമ ഇബ്രാഹിം, KK വിനയകുമാർ എന്നിവർ സംസാരിച്ചു. അതിൽ പല ആളുകൾക്കും വീട്ടിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ വെന്റിലേറ്ററിലാവും, വെന്റിലേറ്റർ ഓഫ് ചെയ്യില്ല. ഇങ്ങനെയായിട്ട് അവർക്കില്ലാത്ത പണവും ചിലവായിക്കൊണ്ടും അതിഭയങ്കരമായിട്ടുള്ള ഒരു ചൂഷണത്തിന് അവർ വിധേയരാകുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ 45 മുറികൾ നമ്മൾ ഒരുക്കുന്നത്. ആസ്റ്ററിലും അല്ലെങ്കിൽ അമൃതയിലും
അതേപോലെയുള്ള 5 പഞ്ചനക്ഷത്ര ആശുപത്രികളിലൊക്കെ ഉള്ള ICUകളിലുള്ള എല്ലാ സംവിധാനം ഈ മുറികളിലുണ്ടാകും. മുറികളാണ്, അവർക്ക് അവിടെ ഉള്ളത് വാർഡുകളാണ്. വാർഡിലേക്ക് നമുക്ക് പ്രവേശനമില്ല. മുറിക്കകത്ത് നമ്മൾ പറയും ഫാമിലിയോട് കൂടെ താമസിക്കാൻ പറയും. വിസിറ്റേഴ്സ് വരുന്നതിന് നിയന്ത്രണമില്ല, പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വരുന്നതിന്. പേഷ്യൻ്റ് ബോധം കെടുക്കാതിരിക്കില്ല, ഓർമ്മകൾ ഒഴിച്ച് നമ്മളെ പോലെ ഇരിക്കുകയായിരിക്കും. CPM ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TN അജയകുമാർ, MK ഫൽഗുഡൻ, TS ശ്രീരാജ്, ഐഷാവി മുഹമ്മദ്, രതി സുനിൽ, CA വത്സൻ, KC സുധീഷ്, MM നൌഷാദ് എന്നിവർ സംസാരിച്ചു. സിനിത വത്സൻ, TM വിശ്വംഭരൻ, ജീഷ്മ സുനിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സംയോജിത കൃഷിയുടെ ഭാഗമായി 50 കുടുംബങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം നടത്തുന്നതല്ല. ഇപ്പോൾ നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കൃഷി നടുന്നതും അതുപോലെ തന്നെ കൊയ്ത്തുത്സവങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ സമൂഹത്തിൽ അത് വലിയ ചലനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ അത് മാർഗദർശനമായി അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് പൂവത്തുംകടവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തുംകടവിൽ വാർഡ് ഉപരോധ സമരം നടത്തി. കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പൂവത്തുംകടവ്, മതിൽമൂല, കളത്തേരി മേഖലയിൽ സ്ഥിരമായി കുടിവെള്ളം എത്തിക്കുക, വാർഡിലെ തകർന്നടിഞ്ഞ റോഡുകൾ നന്നാക്കുക, പൂവത്തുംകടവ് വാർഡിൽ നിന്ന് കനോലി കനാലിലേക്ക് പോകുന്ന കാനകൾ, ഹൈവേ കടന്നു പോകുന്നതിന് കൃത്യമായ സംവിധാനവും വാട്ടർ ലെവലും കണ്ടെത്തുക, പഞ്ചായത്ത് പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് MH ഷർഫു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TS ശശി മുഖ്യാതിഥിയായിരുന്നു. നേതാക്കളായ OA ജെൻഡറിൻ, PR രാജേഷ്, ES നിയാസ്, VK ഷൺമുഖൻ, സിന്ധു രവീന്ദ്രൻ, OS ഷെരീഫ, ജമാലുദ്ദീൻ പാമ്പിനെഴുത്തു, TK വിശ്വനാഥൻ, PR രജനീഷ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66 പൂവത്തുംകടവ് മേഖലയിൽ സർവീസ് റോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ മുഖേന പഠന റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിനും തുടർന്നുള്ള ഇടപെടലായി അതിന്റെ കോപ്പി സംസ്ഥാന സർക്കാരിനും സ്ഥലം MP-ക്കും MLA-ക്കും നൽകുന്നതിനായി ഒപ്പുശേഖരണവും നടത്തി. ഇവിടുത്തെ ഒരു കൃത്യമായി അജണ്ടയിലേക്ക് കൊണ്ടുവന്ന് അവിടേക്ക് MP-ക്ക് റോഡ് പണിയാനുള്ള പദ്ധതിക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ ഇന്നലെ ഒരു നോട്ടീസ് അടിക്കുകയാണ്. അങ്ങനെ റോഡ് എടുക്കാൻ സാധിക്കുമെങ്കിൽ, റോഡ് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ MP-യുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. അവിടെ റോഡ് കണ്ടു. താന്യം പഞ്ചായത്തിലെ 14-ാം വാർഡിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AR റോഡ് പരിസരത്ത് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ തന്നെ ഇത്തരത്തിൽ ആണെങ്കിൽ മറ്റു വാർഡുകളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയേണ്ടതില്ലല്ലോ എന്നും ഉടനെ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ PK പ്രദീപ്, വൈസ് പ്രസിഡന്റ് ആൻഡോ തറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവ്, കോൺഗ്രസ് നേതാക്കളായ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സുഷമ ശ്യാമൾ രാജ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ലൂയിസ് താണിക്കൽ, ശിവജി കൈപ്പള്ളി, വിനേഷ് വടക്കേടത്ത്, ചെറിയപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ബെന്നി ആഞ്ഞിലപ്പടി, സലീഷ് കരിപ്പാറ, റിജു കണക്കന്തറ, സുബേർ പൈനു എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ പതാക ഉയർത്തി ദേശീയ വ്യാപാരി ദിന സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് MS സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി MB മുബാറക്, ട്രഷറർ കമറുൽ ഹഖ്, സെക്രട്ടറി KR സത്യൻ, യൂത്ത് വിംഗ് സെക്രട്ടറി സമദ്, ട്രഷറർ അബ്ദുൾ റഹീം, ഹാഷിം ചന്ദ്രൻ, സലീഷ് എന്നിവർ സംസാരിച്ചു. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഇരിങ്ങാലക്കുടയിൽ 2 പേർക്ക് കുത്തേറ്റു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ബന്ധുക്കൾ ഒരുമിച്ചുള്ള മദ്യപാനത്തിനിടയിൽ തർക്കം നടക്കുകയും കത്തിക്കുത്തിൽ എത്തുകയുമായിരുന്നു. ഇരിഞ്ഞാലക്കുട കനാൽ സ്വദേശികളായ അരിക്കാട്ടുപറമ്പിൽ വിദിൽ, ഹിരേഷ് എന്നിവർക്കാണ് കുത്തേറ്റത്. പോലീസ് എത്തി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കുന്നംകുളം യേശുദാസ് റോഡിലുള്ള ചേംബർ ഓഫ് കോമേഴ്സിന്റെ കെട്ടിടത്തിലെ പ്രധാന AC ഹാൾ കത്തിനശിച്ചു. കുന്നംകുളം യേശുദാസ് റോഡിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കെട്ടിടത്തിലെ പ്രധാന AC ഹാൾ കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. മുകളിലെ സീലിംഗും ഫാനുകളും സെൻട്രൽ സൈഡ് AC-കളും കസേരകളും പ്രൊജക്ടറുകളും അഗ്നിക്കിരയായി. മുറിയുടെ ഗ്ലാസ് ഡോറുകൾ പൊട്ടിത്തെറിച്ചു. 1-ാം നിലയിലെ വലിയ ഹാളാണ് കത്തിനശിച്ചത്. പുലർച്ചെ ഹാളിൽ നിന്ന് പുകയുയരുന്നത് കണ്ട ആളാണ് വിവരം പുറത്തറിയിച്ചത്. ടാസ്ക് കഴിമ്പറം, ലേഡി ടാസ്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വലപ്പാട് VSVM ആയുർവേദ സിദ്ധ്യവൈദ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. 132 പേരെ പരിശോധിച്ചു. മരുന്നുകൾക്ക് പുറമെ കർക്കിടക കഞ്ഞിക്കൂട്ടും മുറിവെണ്ണയും സൗജന്യമായി നൽകി. ടാസ്ക് പെട്രൻ ചിദംബരം മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ഹനീഷ് കുമാർ, ക്യാമ്പ് കൺവീനർ വിശ്വംഭരൻ, ജോയിന്റ് കൺവീനർ ശ്രീറാണി, ലേഡി ടാസ്ക് പ്രസിഡന്റ് മീന മോഹൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്കൂൾ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് ബാറിലേക്ക് കൊണ്ടുപോയി മദ്യം നൽകിയ KSEB ജീവനക്കാരനും ബാർ ജീവനക്കാരനും അറസ്റ്റിൽ. ചാലക്കുടിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് മോട്ടോർ സൈക്കിളിൽ കയറ്റി ബാറിൽ കൊണ്ടുപോയി മദ്യം കുടിക്കാൻ നൽകിയ സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. KSEB ജീവനക്കാരനായ പാലിശ്ശേരി അന്നമനട കാട്ടുകണ്ടത്തിൽ വീട്ടിൽ സ്നേഹേഷ്, മദ്യം നൽകിയ ബാർ ജീവനക്കാരനായ പാലക്കാട് സ്വദേശി ദിവാകരൻ, വയനാട് സ്വദേശി അനീഷ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ചായപ്പൻകുഴിയുള്ള സ്കൂളിന്റെ മുന്നിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ മോട്ടോർ വാഹന സൈക്കിളിൽ മോതിരക്കണ്ണിയിലുള്ള ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബാറിന്റെ ഉള്ളിൽ വെച്ച് കുട്ടികൾക്ക് മദ്യം വാങ്ങി കുടിക്കാൻ നൽകിയതിനാണ് അറസ്റ്റ്. സ്നേഹേഷിനെതിരെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പ് കൂടി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. KSEB ജീവനക്കാരനായ ഇയാൾക്കെതിരെ വകുപ്പ് നടപടികൾക്കായി റിപ്പോർട്ട് സമർപ്പിക്കും. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ബിജു KK പ്രസാദ്, ASI GB, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്, സജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെടുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരായി ശക്തമായ നടപടികൾ തുടരുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അറിയിച്ചു. മതിലകം പാപ്പിനിവട്ടം സഹകരണ ബാങ്ക് ജീവനക്കാരൻ സന്തോഷ് മുറിയൻ വീട്ടിൽ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളാൽ ദീർഘനാളായി ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. വിജീതയാണ് ജീവിത പങ്കാളി. മകൻ അഭിനവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ 1008 നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തൃശൂർ കൊടകരയിൽ ടെമ്പോയിൽ കൊണ്ടുവന്ന സ്പിരിറ്റ് പിടികൂടി. കൊടുങ്ങല്ലൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 8 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ശ്രീരാമ ഭക്ത സേവാ സമിതിയും CP മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി തൃപ്പയാർ ക്ഷേത്ര പരിസരത്ത് ആനയൂട്ട് ദിനത്തിൽ പ്രസാദ കഞ്ഞി വിതരണം നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.